ജെ.കെ ഒരു പാരാസൈക്കോളജിസ്റ്റാണ്. കൂടുതലും അവൻ്റെ ലൈഫ് ഈ പ്രൊഫഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജെ.കെക്ക് ഗോസ്റ്റുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൂടാതെ ജെ.കെ ആത്മാക്കളെപ്പറ്റി റിസർച്ച് നടത്തി ഒത്തിരി ബുക്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഫേമസുമാണ്. ഇപ്പോൾ ജെ.കെയുടെ എയിം വാമ്പയറിനെ പറ്റി അറിയാനാണ്. വാമ്പയർ എന്നത് സത്യമാണോ അതോ വെറും കെട്ടിച്ചമച്ച കെട്ടുകഥകൾ മാത്രമാണോ എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യാനായിട്ട് വാമ്പയറുകളെ പറ്റിയുള്ള ബുക്സ് റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിലുള്ള വാമ്പയർ പാലസിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ജെ.കെ. അതിനു മുമ്പ് ആത്മാക്കൾ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞായിരുന്നല്ലോ, മരണശേഷം ആഗ്രഹങ്ങൾ സബലീകരിക്കാത്തവരാണ് ഭൂമിക്ക് ചുറ്റും അലഞ്ഞു നടക്കുന്നതെന്ന്. അതിന് ഒരു ശരിവെക്കുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഇത് എനിക്കുണ്ടായ അനുഭവമല്ല, എൻ്റെ ഫ്രണ്ടിനുണ്ടായതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മൂമ്മ മരിച്ചു. അന്ന് രാത്രി തൊട്ട് അവരുടെ വീട്ടിൽ കുറച്ച് അമാനുഷികമായ കാര്യങ്ങൾ നടന്നു. കേൾക്കുമ്പോൾ കുറച്ച് ഭയാനകമായി തോന്നുമെങ്കിലും കുറച്ച് ചിരി ഉളവാക്കുന്നതാണ് സംഭവം. അവരുടെ അമ്മൂമ്മ മരിച്ച ദിവസം രാത്രി തൊട്ടാണ് സംഭവങ്ങളുടെ തുടക്കം. അവളുടെ അമ്മൂമ്മ സ്ഥിരമായി ഇരിക്കുന്ന ഒരു ചാരുകസേരയുണ്ട് വീട്ടിൽ. അന്ന് രാത്രി ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. അച്ഛനും അമ്മയും ആദ്യം അകത്തേക്ക് കയറിപ്പോയി, അവൾ പുറകെയും. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. വാതിക്കലാണ് ചാരുകസേര ഇട്ടിരിക്കുന്നത്. അത് തനിയെ ആരോ ആട്ടി വിട്ടതുപോലെ ആടുന്നു. അപ്പോൾ അവളത് കാര്യമായിട്ട് എടുത്തില്ല, കാരണം അച്ഛനും അമ്മയും പോയ വഴി വല്ലം കൈകൊണ്ട് തട്ടി വിട്ടതായിരിക്കുമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ മുറിക്കുള്ളിൽ ആരോ ഭയങ്കരമായിട്ട് കരയുന്ന സൗണ്ട്. അതൊരു പ്രായമായൊരു സ്ത്രീ കരയുന്ന സൗണ്ടാണ് കേട്ടത്. അവൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല അധികം. പിന്നെ സൗണ്ട് കൂടിക്കൂടി വരാൻ തുടങ്ങി. മുറിയുടെ 4 വശവും സൗണ്ട് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയുടെ റൂമിലേക്ക് ഓടി. എന്നിട്ട് അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ മുറിക്കുള്ളിലെല്ലാം വന്ന് നോക്കി. അതുകൂടാതെ ടോർച്ചെടുത്തുകൊണ്ട് വീടിൻ്റെ മുറ്റത്തും വാതിലേലും എല്ലാം നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. അന്ന് മുതൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ വീട്ടിൽ ഓരോ അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതായത് രാത്രിയുള്ള കരച്ചിൽ പതിവായി. അതുകൂടാതെ വാതിക്കലിട്ടിരിക്കുന്ന ചാരുകസേരയിലിരിക്കുമ്പോൾ ആരുടെയോ ദേഹത്ത് അല്ലെങ്കിൽ മടിയിലിരിക്കുന്നത് പോലെ ഒരു ഫീല് തോന്നുക. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് പുതപ്പ് വലിച്ചു മാറ്റുക കാലിൽ നിന്ന്. പിന്നെ അമ്മൂമ്മയുടെ രൂപം പല സ്ഥലങ്ങളിൽ കാണുക, വീടിൻ്റെ റൂമിൽ, വെളിയിൽ, അങ്ങനെ ഷാഡോ പോലെ കാണുക. അങ്ങനെ ഓരോ കാര്യങ്ങളും കൂടിക്കൂടി വന്നു. അപ്പോഴാണ് അവർ തൊട്ടടുത്തുള്ള ഒരു സ്ഥിരമായി പോകുന്ന ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ അവരുടെ അച്ഛൻ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെയാണ് വീട്ടിലിങ്ങനെ കുറച്ച് അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ തിരുമേനിയാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മരണം നടന്നിട്ട് നിങ്ങൾ നോക്കിച്ചോ. നമ്മളങ്ങനെ മരണം നടന്നു കഴിഞ്ഞാൽ നോക്കിക്കുന്നൊരു ചടങ്ങുണ്ട്. അല്ലാതെ ഈ പഞ്ചമിക്കും എല്ലാം ആണോ മരിച്ചതെന്ന്. ഈ പഞ്ചമി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പഞ്ചമി എന്നുള്ള നാളിലെ കലണ്ടറിൽ പഞ്ചമി എന്നുള്ള നാളിലെ ഡേറ്റിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ 5 മരണം ഉറപ്പായിട്ട് നടക്കുമെന്നാണ് പറയാറുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കന്നുകാലികളോ എന്തെങ്കിലും പശുവോ കാള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ നമ്മൾ പിറ്റേ ദിവസമോ ഇല്ലെങ്കിൽ ആ മരിച്ച വർഷത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കും. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ 5 മരണം എന്തായാലും അച്ചിട്ടായിട്ട് നടക്കും. അങ്ങനെയാണ് ഇത് പറയാറുള്ളത്. അങ്ങനെ പഞ്ചമിക്ക് മരിക്കുന്ന നാൾ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം. അതായത് എന്തെങ്കിലും ബാക്കി 4 പേരുടെ മരപ്പാവകൾ ഉണ്ടാക്കിയിട്ടോ ഹോമിക്കുകയോ, അങ്ങനെ അവർ മരിച്ചതായിട്ട് സങ്കല്പിച്ച മരപ്പാവകളെ ഹോമിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിൽ പിന്നെ മരണം സംഭവിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ അടുത്തുള്ള ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് അമ്മൂമ്മ മരിച്ചതിൻ്റെ എല്ലാം വെച്ചൊരു പ്രശ്നം വെച്ച് നോക്കുന്ന പോലെ നോക്കി. അപ്പോഴാണ് ആ തിരുമേനി പറഞ്ഞത്, നിങ്ങളുടെ അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും അതിയായ ആഗ്രഹം വല്ലതും നടക്കാതെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ അറിവിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം തിരുമേനി ഒന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല, എന്തോ ഉണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ട്. അതാണ് അമ്മൂമ്മ കൂടെ കൂടെ നിങ്ങളെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ട് പോകുന്നത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കാതെ നമുക്ക് ഈ ഭൂമി വിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടില്ല. അവർ ഈ നിങ്ങളുടെ ചുറ്റും തന്നെ അലഞ്ഞലഞ്ഞ് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അമ്മൂമ്മ വന്ന് നിങ്ങളോട് ഇങ്ങനെ പല രൂപത്തിൽ പല സൈനുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ അറിവിലോ ഒന്നുമില്ല തിരുമേനി ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് തിരുമേനി പറഞ്ഞത്, അമ്മൂമ്മയ്ക്ക് എന്തോ ഒരു ആഹാര സാധനം,
ആഹാര സാധനം കഴിക്കാനായിട്ടായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിന്ദിക്കുകയോ എന്തെങ്കിലും കൊടുക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവളുടെ അമ്മ പെട്ടെന്ന് ഓർത്തത്. കാരണം അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് ആതിര സ്കൂളിലോട്ട് വന്നപ്പോഴത്തേക്കും ലഡ്ഡു വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു ആഗ്രഹം. അപ്പോൾ അമ്മൂമ്മ ചോദിച്ചു, മോളെ എനിക്കൊരു ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞ്, ഇല്ല അമ്മൂമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തരാൻ പറ്റത്തില്ല, അമ്മ കണ്ട എന്നെ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, മോളെ എനിക്ക് ഒരെണ്ണം താ, എനിക്ക് അത്രയ്ക്ക് കൊതിയായിട്ടാണ് മോളെ, ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, മോളെ കൊടുക്കണ്ട, കാരണം കഴിഞ്ഞ ദിവസം അമ്മേനെ കൊണ്ടുവന്നേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഷുഗർ കൂടിയിട്ട്, ഇനി ഇതുമെല്ലാം കൊടുത്തിട്ട് അസുഖം കൂടിക്കഴിഞ്ഞാൽ ചേട്ടൻ വരുമ്പോൾ എന്നെ വഴക്ക് പറയും, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്കത് കഴിക്കാനോട്ട് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യമായി ഇവർ ആ ലഡ്ഡു ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇവർക്ക് അവർ കൊടുത്തില്ല. 2-3 വട്ടം ചോദിച്ചിട്ടും കൊടുത്തില്ല. അപ്പം ഇതാണോ തിരുമേനി, ഇതല്ല ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഇത് തന്നെയാണ് കാരണമെന്ന് തോന്നുന്നു, നമുക്കതിനുള്ള പ്രതിവിധി ചെയ്യാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനുള്ള പ്രതിവിധി ചെയ്തു. അതായത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ലഡ്ഡു ഇങ്ങനെ സങ്കല്പിക്കുന്നതായിട്ട് ഹോമം ചെയ്ത് കർമ്മങ്ങളെല്ലാം ചെയ്ത് ലഡ്ഡു അമ്മൂമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ബലി ഇടത്തില്ലേ, അതുപോലെ ഒരു രീതിയിൽ ഇവർ ലഡ്ഡു എല്ലാം കൊടുത്ത് ഹോമിച്ചു. പിന്നെ ഇവരുടെ വീട്ടിലെ യാതൊരു പ്രശ്നവും പിന്നീട് ഉണ്ടായിട്ടില്ല. അതാ പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും അതിയായ ഒരു നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിറവേറ്റാതെ ഈ ലോകത്തിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. അത് ഒത്തിരി ഇൻസിഡൻസ് പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഗോസ്റ്റുകൾ ഉണ്ടോ എന്ന് ഊന്നി പറയുന്ന വേറൊരു സംഭവമാണ്. അതായത് 2 കൂട്ടുകാർ, ഇവർ പണ്ട് തൊട്ടേ നല്ല തിക്ക് ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാൽ നല്ല കൂട്ടാണ്. ഇനിയിപ്പം ഒരു പായിൽ കിടന്നു ഒരു പാത്രത്തിലുണ്ടു അങ്ങനെ പറയുന്ന ഒരു 2 ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ ഈ ഗോസ്റ്റുകളുണ്ടോ, ഈ ആത്മാക്കൾ ഉണ്ടോ, ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവർ കുറച്ചിങ്ങനെ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ബുക്ക് റെഫറൻസ് ചെയ്യുകയും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്ക് കുറേയൊക്കെ ഇവർ കണ്ടുപിടിക്കുകയും ഇങ്ങനെ ഗോസ്റ്റുകളുണ്ടോ, ഇങ്ങനെ കുറേ സ്റ്റോറീസ് കഥകളൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ എന്നാലും ഇവർക്കൊരു കറക്റ്റുള്ളൊരു ആൻസർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സിൽ ഒരാൾ പറഞ്ഞു, എടാ നമുക്ക് 2 പേർക്ക് അതിയായ ആഗ്രഹമാണല്ലോ ഈ ഗോസ്റ്റുകളുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു വഴി ചെയ്യാം. അതായത് നമ്മളെന്തായാലും നമുക്ക് മനുഷ്യരായ മരിക്കുമല്ലോ, എന്തായാലും നമുക്കൊരു സമയത്ത് മരണം സംഭവിക്കും. 2 പേരും കൂടെ ഒരുമിച്ച് മരിക്കുന്നത് അത്രയ്ക്ക് പ്രാക്ടിക്കലായ കാര്യമല്ലല്ലോ. നമ്മളിൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ നേരത്തെ മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മരിക്കുന്നത് ആരാണെങ്കിലും അയാൾ അന്ന് രാത്രി മരിച്ച ദിവസം എന്തെങ്കിലും മറ്റാളുടെ, അതായത് മരിക്കാത്ത വ്യക്തിയുണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിലൊരാൾ മരിക്കുകയാണെങ്കിൽ ആ ഒരാൾ മറ്റാളെ ഗോസ്റ്റുകളുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് വന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് മരിച്ച ദിവസം എന്തെങ്കിലും സൈൻ, വല്ല പാത്രങ്ങൾ അനക്കിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സൈനിലൂടെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ശരിയടാ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് മറ്റേ ഫ്രണ്ടും എല്ലാം സമ്മതിച്ച് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഫാമിലിയായി സെറ്റിലായി കല്യാണമൊക്കെ കഴിച്ചു. കുറേ നാളായി. ഇപ്പം നമ്മളിത് പറയുന്ന കാര്യം കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി തിരക്കിലൊക്കെ മറന്നു പോകുമല്ലോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിലൊരാൾ മരിച്ചു. അപ്പം മറ്റേ വ്യക്തി ഇത് ഓർക്കുന്ന പോലും ഇല്ല, ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ഓർക്കുന്നില്ല. അപ്പം അന്ന് രാത്രി ഈ മറ്റേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെ രാത്രി അടുക്കളയിൽ കുറേ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി. പാത്രമെല്ലാം താഴെ വീഴുന്നു, ഈ പൂച്ച. അപ്പം ആദ്യം ഇയാൾ വിചാരിച്ചു പൂച്ച എല്ലാം കയറി തട്ടിയിട്ടായിരിക്കും വിചാരിച്ചു. പിന്നെ സൗണ്ട് കൂടി വന്നു. അപ്പോഴാണ് ഇയാൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ പാത്രമൊക്കെ ആരോ ആകാശത്ത് വായുവിൽ പൊങ്ങിയിട്ട് താഴത്തേക്ക് ഇടുന്നു. അത് നമുക്ക് കണ്ടാൽ ശരിക്കും അറിയാൻ പറ്റും, ഇങ്ങനെ മാജിക്ക് ചെയ്യുന്നത് പോലെ. ആരും ഇല്ല, പക്ഷെ പാത്രം മേളിലേക്ക് പോവാ താഴെ വരിക, ആരോ എടുത്തിട്ട് ഇടുന്നത് പോലെ തോന്നി. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ആദ്യമൊന്നും ക്ലിക്കായില്ല. പിന്നെയാണ് ഇയാൾക്ക് മനസ്സിലായത് ഇതുപോലെ ഇയാളുടെ ഫ്രണ്ട് പണ്ട് പറഞ്ഞ കാര്യം ഇയാൾ ഓർത്തത്. കാരണം നമ്മൾ ആരെങ്കിലും ഒരാളാണ് ഫസ്റ്റ് മരിക്കുന്നതെങ്കിൽ ഈ ഗോസ്റ്റ് ഉണ്ടോ ആത്മാക്കളുണ്ടോ ഇല്ലേ എന്ന് വന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞ കാര്യം. ഇത് ന്യൂസിലൊക്കെ വന്നതാണ്, എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ തെളിയിച്ചാണ്. അതാ പറഞ്ഞത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്കിപ്പോൾ നമ്മൾ നിശ്ചയിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് മരണശേഷം ചെയ്യാൻ പറ്റുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയും ഇതുപോലുള്ള കുറച്ച് ഗോസ്റ്റിൻ്റെ കഥയെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഹൊറർ വാമ്പയർ സ്റ്റോറിയാണ്. അപ്പോൾ എത്രയും വേഗം അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ കൂട്ടുകാരെ.
പിന്നെ ഒരു കാര്യം കൂട്ടുകാരെ, ഞാൻ ഇതിൽ കുറച്ച് ഗോസ്റ്റിൻ്റെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പലരും പല രീതിയിലായിരിക്കും ഗോസ്റ്റുകളെ കുറിച്ചുള്ള കൺസേൺ. ചിലവർക്കിത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ കാര്യമാണ് ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിലെടുക്കാം. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് ചിലവർക്ക് ചിലപ്പം ഇത് വിശ്വസിക്കണോ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ഈ ഗോസ്റ്റുകളെക്കുറിച്ച് പണ്ട് തൊട്ടേ ഗോസ്റ്റുകളെക്കുറിച്ചുള്ള സ്റ്റോറീസ്, ഗോസ്റ്റുകളെക്കുറിച്ച് അറിയുക, ആത്മാക്കളുണ്ടോ ഇല്ലേ എന്ന്, അത് സത്യമാണോ എന്ന് അതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ, അമ്മുമ്മ, അപ്പം അവരോട് അച്ഛൻ, അമ്മ, പിന്നെ കുറേ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരോട് നിന്നൊക്കെ കളക്ട് ചെയ്ത്, പിന്നെ വേറെ പുറത്തുള്ളവരോടൊക്കെ കളക്ട് ചെയ്ത കുറേ ഗോസ്റ്റ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോസ്റ്റ് സ്റ്റോറീസ്, റിയൽ ആയിട്ടുള്ള ഗോസ്റ്റ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്തോ ഇല്ലെങ്കിൽ എങ്ങനെ ഷോർട്ടായിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കഥകൾ താല്പര്യമുണ്ട് കേൾക്കാനെന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്താൽ മതി. അപ്പോൾ ബൈ കൂട്ടുകാരെ, പിന്നെ കാണാം.